ഹമാസ് യുദ്ധത്തിനായി ഇസ്രായേൽ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ചതിന് 18 വയസ്സുള്ള ഒരു ഇസ്രായേലിക്കാരനെ 30 ദിവസത്തെ സൈനിക തടവിന് ശിക്ഷിച്ചു. ടൈം മാഗസിൻ റിപ്പോർട്ട് അനുസരിച്ച് സൈന്യത്തിൽ ചേരാൻ നിരസിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ടാൽ മിറ്റ്നിക് എന്ന ഈ ചെറുപ്പക്കാരൻ. കൊലപാതകത്തെ ഒരിക്കലും കൊലപാതകം കൊണ്ട് ന്യായീകരിക്കുവാൻ കഴിയില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് സൈനിക സേവനം വിസമ്മതിക്കുന്നതിന്റെ കാരണമായി മിറ്റ്നിക് പറയുന്നു. സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ താൽപര്യപ്പെടാതെ യുദ്ധം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് നിലപാടെടുക്കുന്നവരുടെ വലിയ പിന്തുണയും മിറ്റ്നിക്കിനുണ്ട്. വീഡിയോയിൽ മിറ്റ്നിക് പറയുന്നത് ഇപ്രകാരമാണ്: ഗസയിൽ ക്രിമിനൽ ആക്രമണം നടത്തുന്നത് ഹമാസ് നടപ്പിലാക്കിയ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പരിഹാരമാകില്ല. അക്രമത്തെ പരിഹരിക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ സൈനിക സേവനം നിരസിക്കുന്നത്. ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ രേഖപ്പെടുത്താത്ത ഒരു ആഘാതമായിരുന്നുവെന്ന് മിറ്റ്നിക് സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടി ഹമാസിനെതിരെ മാത്രമല്ലെന്നും അത് എല്ലാ പലസ്തീനികളെയും ഗസയിലെ സാധാരണക്കാരുടെ വീടുകളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും യാതൊരു വിവേചനമില്ലാതെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചു. ഇതിനെ ന്യായീകരിക്കുവാൻ കഴിയില്ലെന്നാണ് മിറ്റ്നിക്കിന്റെ പക്ഷം. കൂടുതൽ അക്രമം സുരക്ഷിതത്വം നൽകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതികാര യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നു. പലസ്തീനിലും ഇസ്രായേലിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശവും മരണങ്ങളും തടയാനുള്ള ഒരേയൊരു മാർഗം മികച്ച നയതന്ത്രവും രാഷ്ട്രീയ പരിശ്രമവും നയമാറ്റവുമാണ്, മിറ്റ്നിക് കൂട്ടിച്ചേർത്തു. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രകാരം മധ്യ ഇസ്രായേലിലെ ടെൽ ഹാഷോമർ IDF ബേസിലാണ് 18-കാരനായ മിറ്റ്നിക് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. സൈനിക സേവനത്തിൽ പങ്കുചേരാൻ തയ്യാറാകാത്തവർക്ക് ഇസ്രായേലിൽ ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ആളുകളും സേവനം ഒഴിവാക്കാൻ തങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്നോ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നോ കാട്ടുന്ന രേഖകൾ സമർപ്പിക്കുകയാണ് പൊതുവെ ചെയ്യാറ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.